ഭഗവതേ വാസുദേവായ. ശ്രീ ശുക ഉവാച. ഈ ഗുരുവായൂരിൽ ഇറങ്ങണ മംഗളസ്തോത്രരത്നാവലി എന്നുള്ള ചെറിയ പുസ്തകമുള്ളവർക്കും അതിൽ നോക്കിയാലും ആ അധ്യായം ഉണ്ടാവും. അല്ലെങ്കിൽ അർച്ചന എന്നുള്ള ചെറിയൊരു നാമാവലികളുള്ള പുസ്തകം, അതിലും ഈ 12ാം അധ്യായം ഉണ്ട്. അതുണ്ടെങ്കിൽ തുറന്നു വെച്ച് നോക്കാം. സൂത ഉവാച. നമോ ധർമായ മഹതേ നമഃ കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ ഭക്ഷേ സനാതനം. ഏതദ്വക്കഥിതം വിപ്ര വിഷ്ണോശ്ചരിതമദ്ഭുതം ഭവദ്ഭിരയദഹം ദൃഷ്ടോ നരാണാം പുരുഷോജിതം. അത്ര സങ്കീർത്തിതഃ സാക്ഷാൽ സർവപാപഹരോ ഹരി നാരായണോ ഋഷികേശോ ഭഗവാൻ സാത്വതാംബതി. അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗതപ്രഭവാപ്യയം ജ്ഞാനം ചതതുപാഖ്യാനം പ്രോക്തം വിജ്ഞാനസംയുതം. ഭക്തിയോഗസമാഖ്യാതോ വൈരാഗ്യം ചതദാശ്രയം പാരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച. പ്രായോപവേശോ രാജർഷേ വിപ്രശാപാൽ പരീക്ഷിത ശുഭസ്യ ബ്രഹ്മർഷഭസ്യ സംവാദശ്ച പരീക്ഷിത. യോഗധാരണയോത്ക്രാന്തി സംവാദോ നാരദാജയോ അവതാരാനുഗീതം ച സർഗപ്രാധാനികോഗ്രത. വിദുരോദ്ധവ സംവാദ ശത്രുമൈത്രേയോസ്തദ പുരാണസംഹിതാ പ്രശ്നോ മഹാപുരുഷ സംസ്ഥിതി. തദപ്രാകൃതിക സർഗ സപ്തവൈകൃതികാശ്രയേ തതോ ബ്രഹ്മാണ്ഡ സംഭൂതി വൈരാജപുരുഷോ യഥാ. കാലസ്യ സ്ഥൂലസൂക്ഷ്മസ്യ ഗതി പത്മസമുദ്ഭവ ഭുവ ഉദ്ധരണയം ബോധേ ഹിരണ്യാക്ഷവധോ യഥാ. ഊർധ്വതിര്യഗവാക് സർഗോ രുദ്രസർഗസ്തഥൈവ ച അർത്ഥനാരീനരസ്യാധ യദസ്വായംഭുവോ മനു. ശതരൂപാജയാ സ്ത്രീണാം ആദ്യാ പ്രകൃതിരുത്തമ സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതി. അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന ദേവഹൂത്യാശ സംവാദ കപിലേന ധീമത. നവബ്രഹ്മസമുൽപത്തി ദക്ഷയജ്ഞവിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാൽ പ്രഥോ പ്രാചീനബർഹിഷ. നാരദസ്യ ച സംവാദപ്രയോ തദപ്രയവൃതം ദ്വിജാഃ നാഭേസ്തദോനുചരിതം ഋഷഭസ്യ ഭരതസ്യ ച. ദീപവർഷസമുദ്രാണാം ഗിരിനദ്യുപവർണ്ണനം ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാളനരകസ്ഥിതി. ദക്ഷജന്മപ്രജേതോഭ്യ തൽപുത്രീണാം ച സന്തതി യതോ ദേവാസുരനരാ തിര്യൻ നഖഖഗാദയ. ത്വാക്ഷസ്യ ജന്മനിധനം പുത്രയോശ്ച ദിദേർദ്വിജാഃ ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മന. മന്വന്തരാനുകഥനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തരാവതാരശ്ച വിഷ്ണോർ ഭയശിരാദയ. കൗർമം ഭാനന്തരം മാസ്യം വാമനം ച ജഗൽപദേ ക്ഷീരോദമഥനം തദ്വദമൃതാർദ്ധേ ദിവൗകസാം. ദേവാസുരമഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷ്വാകുജന്മ തദ്വംശ സുദ്യുമ്നസ്യ മഹാത്മന. ഇളോപാഖ്യാനമത്രോക്തം താരോപാഖ്യാനമേവ ച. സൂര്യവംശാനുകഥനം ശശാദാദ്യാമൃഗാദയ. സൗകന്യം ചാധശര്യാദേ കപുസ്തസ്യ ച ധീമത. ഖഡ്വാംഗസ്യ ച മാന്ധാതു സൗഭഗേ സഗരസ്യ ച. രാമസ്യ കോസലേന്ദ്രസ്യ ചരിതം കിൽബിഷാവഹം നിമേരംഗപരിത്യാഗോ ജനകാനാം ച സംഭവ. രാമസ്യ ഭാർഗവേന്ദ്രസ്യ നിക്ഷത്രകരണം ഭുവ. ഐളസ്യ സോമവംശസ്യ യാദേർനഹുഷസ്യ ച. ദൗഷന്തേർഭരതസ്യാപി ശന്തനോസ്തൽസുതസ്യ ച. യാദേർജ്യേഷ്ഠപുത്രസ്യ യതോ വംശോനുകീർത്തിത. യത്രാവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര. വസുദേവഗൃഹേ ജന്മ തതോ വൃദ്ധിശ്ച ഗോകുലേ. തസ്യ കർമാണ്യപാരാണി കീർത്തിരാണ്യസുരദ്വിഷ.
പൂതനാസുഭയപാനം ശകടോച്ചാടനം ശിശോ തൃണാവർത്തസ്യ നിഷ്പേഷ തഥൈവ ഭഗവത്സയോ ധേനുകസ്യ സഹഭ്രാതു പ്രളംബസ്യ സംക്ഷയ ഗോപാനാം ജപരിത്രാണം ദാവാഗ്നേ പരിസത്പദ ദമനം കാളിയസ്യാഹേ മഹാഹേർനന്ദമോക്ഷണം വൃതജത്യാതുകന്യാനാം യത്ര ദുഷ്ടോച്യുതോ വൃതൈഃ പ്രസാദോ യജ്ഞപത്നീഭ്യോ വിപ്രാണാം ചാനുദാപനം ഗോവർദ്ധനോദ്ധാരണം ച ശക്രസ്യ സുരഭേരഥ യജ്ഞാഭിഷേകം കൃഷ്ണസ്യ ശ്രീവിക്രീഡാജരാത്രിഷു ശംഖചൂഡസ്യ ദുർബുദ്ധേ വധോരിഷ്ടസ്യ കേശിന അക്രൂരാഗമനം പശ്ചാത് പ്രസ്ഥാനം രാമകൃഷ്ണയോഃ പ്രജസ്ത്രീണാം വിലാപശ്ച മധുരാലോകനം തദ ഗജമുഷ്ടികചാണൂരകംസാദീനാം ചയോവധ ബുധസ്യാനയനം സൂനോഃ പുനഃ സാംദീപനേർഗുരോഃ മധുരായാം നിവസത യദുചക്രസ്യ യൽപ്രിയം കൃതമുദ്ധവരാമാഭ്യ യുധേന ഹരിണാദ്വിജ ജരാസന്ധസമാനീത സൈന്യസ്യ ബഹുശോ വധ ഖാദനം യമനേന്ദ്രസ്യ കുശസ്ഥല്യാനിവേശനം ആദാനം പാരിജാതസ്യ സുധർമായാസുരാലയാൽ രുക്മിണ്യാഹരണം യുദ്ധേ പ്രമദ്യദ്വിഷദോ ഹരേ ഹരസ്യ ജൃംഭണം യുദ്ധേ ബാണസ്യ ഭുജഗൃന്ദനം പ്രാഗ്ജ്യോതിഷപതിം ഹത്വാ കന്യാനാം ഹരണം ജയൻ ചൈദ്യപൗണ്ഡ്രകസാൽവാനാം ഗന്ധവക്ത്രസ്യ ദുർമതേ ശംബരോ ദ്വിവിധ പീഠോ മുരപ്പഞ്ചജനാദയ മാഹാത്മ്യം ജവധസ്തേഷാം വാരാണസ്യാശ്ച ദാഹനം ഭാരാവതരണം ഭൂമേ നിമിത്തീകൃത്യ പാണ്ഡവാൻ വിപ്രശാപാപവേശേന സംഹാരസ്യ കുലസ്യ ച ഉദ്ധവസ്യ ച സംവാദോ വാസുദേവസ്യ ച അദ്ഭുത യത്ര ആത്മവിദ്യാ ഹ്യഖില പ്രോക്താ ധർമ്മവിനിർണയ തദോ മധ്യപരിത്യാഗ ആത്മയോഗാനുഭാവത യുഗലക്ഷണവൃത്തിശ്ച കലോ നൃണാമുപപ്ലവ ചതുർവിധശ്ച പ്രളയ ഉൽപത്തിസ്ത്രിവിധാ തഥാ ദേഹത്യാഗശ്ച രാജർഷേ വിഷ്ണുരാധസ്യ ധീമത ശാഖാപ്രണയനമിഷേ മാർക്കണ്ഡേയസ്യ സൽക്കഥ മഹാപുരുഷ വിന്യാസ സൂര്യസ്യ ജഗദാത്മന ഇതി ചോക്തം ദ്വിജശ്രേഷ്ഠ പൃഷ്ടോഹമിഹാസ്മിവ ലീലാവതാര കർമാണി കീർത്തിദാനീഹ സർവശ പതിതസ്കരിതശ്ചാർത്ത ചുത്വാ വാ വിവശോ ബ്രുവൻ ഹരയേ നമ ഇത്യുച്ചൈർമുഹ്യതേ സർവപാതകാൽ പതിതസ്കരിതശ്ചാർത്ത ചുത്വാ വാ വിവശോ ബ്രുവൻ ഹരയേ ഇത്യുച്ചൈർമുഹ്യതേ സർവപാതകാൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭാഗവതത്തിൽ ഇതുവരെ വർണ്ണിച്ചതായ ആ കഥകളെ ഒരാവർത്തി കൂടി പറഞ്ഞ് ഏറ്റവും ഒടുവിലായിട്ട് ഏതൊരവസ്ഥയിലും വിശന്നിരിക്കുമ്പോഴാവട്ടെ മറ്റ് പലതരത്തിലെ രോഗം കൊണ്ടോ മറ്റുള്ള ആപത്തുകളിൽ പെടുമ്പോഴോ അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഏത് ഘട്ടത്തിൽ ആയിരിക്കുമ്പോഴും അത് പല സാഹചര്യങ്ങളെ കൊണ്ടാവാം, കർമ്മപ്രാരബ്ധം കൊണ്ടാവാം, അപ്പോഴെല്ലാം എനിക്ക് അല്ലെങ്കിൽ നമുക്ക് ആ ഭഗവത് നാമത്തെ സ്മരണ ചെയ്യാൻ കഴിയണം. ആ ഹരിസ്മരണം, ആ നാവിൽ ആ നാമം വരണം. മനസ്സുകൊണ്ട് ഭഗവത് ചിന്ത ചെയ്യാൻ കഴിയണം. അതാണ് ഇവിടെ ഏറ്റവും ഒടുവിൽ ആ ഒരു ശ്ലോകത്തിൽ കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥന ചെയ്യുന്നത്. ആരാണോ നാമസങ്കീർത്തനം ചെയ്യുന്നത്, ഭാഗവതത്തിന്റെ ആദ്യത്തിൽ തന്നെ പറഞ്ഞു, സർവപാപങ്ങളെയും അത് ഇല്ലാതെയാക്കും നാമം. നാമമാഹാത്മ്യത്തെ പറഞ്ഞപ്പോഴും 6ാമത്തെ സ്കന്ധത്തിലും പറഞ്ഞു, ഇതിലും നല്ല ഒരു പാപപരിഹാരം വേറെ ഇല്ല നമുക്ക് നാമം ജപിക്കാൻ കഴിയുമെങ്കിൽ. അതുകൊണ്ട് തന്നെ ഭാഗവതം
നാമപുരാണമാണ് എന്നുകൂടി വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് എല്ലാവരും ആ ഹരയേ നമ എന്നുള്ള നാമത്തെ ഒപ്പം ജപിക്കുക.